ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ അവധി വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അണ്ടർ സെക്രട്ടറിക്കെതിരെയാണ് അന്വേഷണം. അതേസമയം തദ്ദേശ വകുപ്പ് നൽകിയ വിശദീകരണം അതേപടി പകർത്തിവെച്ചതാണ് ആഭ്യന്തര വകുപ്പിന് വിനയായതെന്നാണ് 6 വിവരങ്ങൾ വേണം. അതിനാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി കളഞ്ഞു. ഇപ്പോൾ കൗൺസിലിൽ മേയർ തന്നെ ശബരിനാഥ ഇത് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് നൽകിയ ഉത്തരവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അപ്പോൾ ആ ഒരു ക്ഷീണം LDF ശക്തമായി ഇത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ക്ഷീണം മാറ്റാൻ UDF ഇടപെട്ടേ പറ്റൂ. എന്താണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം? പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർ സുഗതന് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി വലിയ ക്ഷീണമാണ് UDF സംഭവിച്ചത്. ആഭ്യന്തര വകുപ്പ് ഈ പരോളില്ലെങ്കിൽ പകരം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഉപദേശ മട്ടിലുള്ള ഒരു സർക്കുലറാണ് സുഗതന് കൈമാറിയത്. അത് ആയുധമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ കൗൺസിലിൽ സുഗതന്റെ അവധി അപേക്ഷ വരികയും അത് അനുവദിക്കുകയും ചെയ്തത്. അപ്പോൾ അത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ വലിയ അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വാക്കാൽ അന്വേഷണം വിശദീകരണം ചോദിച്ചു. അതിനുള്ള വിശദീകരണം വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അണ്ടർ സെക്രട്ടറിക്കെതിരെയാണ് അന്വേഷണം. കാരണം അണ്ടർ സെക്രട്ടറിയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വകുപ്പ് സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും അറിയാതെ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസിൽ ഇങ്ങനൊരു കത്ത് തയ്യാറാക്കി അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വിശദീകരണവും അനുബന്ധ രേഖയും നമ്മുടെ പക്കലുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ആഭ്യന്തര വകുപ്പ് പറയുന്നത് സുഗതൻ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പരോളാണ് തേടിയത്. ഇപ്പോൾ കാപ്പാത്തടങ്കലിൽ കഴിയുന്നതുകൊണ്ട് ഒരു പരോൾ വേണമെന്ന് ജയിൽ സൂപ്രണ്ടിന് കത്ത് നൽകി. അപ്പോൾ ആ കത്തിൽ ജയിൽ സൂപ്രണ്ട് വിശദീകരണം തേടി അല്ലെങ്കിൽ അതിൽ അനുമതി തേടി ആ കത്ത് ആഭ്യന്തര വകുപ്പിലേക്ക് അയച്ചു. ആഭ്യന്തര വകുപ്പ് ആ കത്ത് പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തത വരണമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ തടവിൽ കഴിയുന്ന പ്രതിക്ക് പരോൾ അനുവദിക്കാൻ ഈ വകുപ്പുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യത വരുത്താനാണ് ഈ സുഗതന്റെ അപേക്ഷ തദ്ദേശ വകുപ്പിന് അയച്ചു നൽകിയത്. അപ്പോൾ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി തിരിച്ചൊരു മറുപടി ആഭ്യന്തര വകുപ്പിന് നൽകുന്നുണ്ട്. ആ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അത് 18/7/2026 തദ്ദേശ വകുപ്പ് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ആഭ്യന്തര വകുപ്പിന് അയച്ചത്. അതിൽ പറയുന്നത് സൂചനയിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധ ക്ഷണിക്കാവുന്നതും തദ്ദേശ സ്വയംഭരണ നിയമങ്ങളിൽ കരുതൽ തടങ്കലിലുള്ള പ്രതിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പരോൾ നൽകുന്നത് സംബന്ധിച്ച് വ്യവസ്ഥയില്ലെന്നും പ്രസ്തുത വകുപ്പിനെ അറിയിക്കാവുന്നതാണ് എന്നുള്ളതാണ്. പകരം എന്നാൽ കൗൺസിലർക്ക് അയോഗ്യത വരാതിരിക്കാൻ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് പരോൾ നൽകുന്നതിന് അവധിക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയിരുന്നത്. ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടാണ് സുഗതന് മറുപടി നൽകിയിരിക്കുന്നത്. ആ മറുപടിയാണെന്ന് മേയർ എടുത്ത് കാണിച്ചത്. അപ്പോൾ അങ്ങനെയാണത് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അണ്ടർ സെക്രട്ടറി എന്തുകൊണ്ടാണ് അങ്ങനെ നൽകിയത്, ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളതും അതും എന്തുകൊണ്ടാണ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും കാണിക്കാതിരുന്നത് എന്നത് സംബന്ധിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നത്. അല്ല, ഇത് ഇങ്ങനൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം കൂടി ആയതുകൊണ്ട് അങ്ങനെ മന്ത്രിയുടെയൊക്കെ അറിവിലേക്ക് വരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അത് സ്വാഭാവികമായി ചില നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ആ നിലയ്ക്ക് കൈകാര്യം ചെയ്തതാണോ പ്രശ്നമായത്? തീർച്ചയായിട്ടും നമുക്ക് ഈ കത്തുകൾ കാണുമ്പോൾ ഈ കത്തുകളെല്ലാം അണ്ടർ സെക്രട്ടറി ലെവലിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് രഹസ്യ വിഭാഗത്തിന്റെ ഈ അന്വേഷണം, അതായത് ഒരു കൗൺസിലർക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ, അതായത് കരുതൽ തടങ്കലിൽ കഴിയുന്ന ഒരു കൗൺസിലർക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പരോൾ നൽകാൻ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് തദ്ദേശ വകുപ്പിനോട് ചോദിച്ചത്. അതിന് മറുപടി നൽകിയതും തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ്. ഡോക്ടർ ചിത്ര പി അരുണിമ IAS ആണ് ഈ കത്ത് മറുപടി നൽകിയത്. ആ മറുപടിയിലാണ് അങ്ങനെ പരോൾ നൽകാൻ തദ്ദേശ നിയമത്തിൽ വകുപ്പില്ല, പക്ഷേ ഇങ്ങനെ അവധി അപേക്ഷിച്ചുകൊണ്ട് അത് വോട്ടിനിട്ട് പാസ്സാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് തദ്ദേശ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കൊടുത്ത ഉപദേശമാണ്. ആ ഉപദേശം അതേപടി ഈ പരോളില്ല, നിങ്ങൾക്ക് അങ്ങനെ പരോൾ എടുക്കാൻ അനുമതിയില്ല എന്ന് തിരിച്ചു നൽകിയ കത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അതായത് നിങ്ങൾക്ക് പരോളിലെങ്കിലും ഇങ്ങനൊരു മാർഗമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് സുഗതനെ ഉപദേശിക്കുന്ന മട്ടിലായി പോയി കാര്യങ്ങൾ എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയമായി ക്ഷീണമായി മാറിയിരിക്കുന്നത്. ദിവിഷ്, ശരി.